Hi everyone, welcome to my new video. My name is Lija John. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും വലിച്ചു നീട്ടാതെ നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളിപ്പം ആദ്യമായിട്ട് ഒരാളിനെ മീറ്റ് ചെയ്യുകയാണ്. അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ബോസ് ആവാം, ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഒരാളിനെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ കാണുമ്പോൾ നമ്മളെ പറ്റി അവരുടെ ഉള്ളിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാവും. അത് മേ ബി നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം. അപ്പോൾ ഇത് നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ നല്ല ഇംപ്രഷൻ ആണോ എന്നുള്ളത് നമ്മളുടെ ഈ ഒരു ഫിസിക്കൽ അറ്റയർ അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾക്ക് അവരോട് നമ്മൾ കാണിക്കുന്ന ഒരു പെരുമാറ്റം, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഒരാളുമായിട്ടൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷന് കുറച്ച് പ്രാധാന്യമുണ്ട്. കാരണം ആ ഒരു ഇംപ്രഷനിലൂടെ അവർക്ക് നമ്മളെപ്പറ്റി ഒരു ധാരണയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിൽ അവർ നമ്മളെ ഒരു കാര്യത്തിന് ഉൾക്കൊള്ളണമെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അവരുടെ മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇംപ്രഷൻ നമുക്ക് കുറച്ചൊക്കെ മികച്ചതാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്, 5 ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ പോകാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടിപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നേരെ നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അതായത് നമ്മൾ ഒരാളിനെ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ആ ആളുടെ ഉള്ളിൽ നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ആക്കപ്പെടുന്നത് വെറും 7 സെക്കൻഡ്സിനുള്ളിലാണെന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഒരാളിനെ കാണുമ്പം ആ ആളോട് നമ്മൾ വായ തുറന്ന് നാവിലൂടെ സംസാരിക്കുന്നത് മാത്രമല്ല അവിടെ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നത്. ആ ആൾ നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ പോസ്ചർ, ഹാൻഡ് മൂവ്മെൻറ്റ്സ്, നമ്മളുടെ അവരോടുള്ള ഐ കോണ്ടാക്റ്റ്, വോയിസ് മോഡുലേഷൻ, അതുപോലെ തന്നെ നമ്മൾ അവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി നമ്മളുടെ മുഖത്ത് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ പറയുന്നതിനെയൊക്കെ നമ്മൾ ഒപ്പോസ് ചെയ്താണോ സംസാരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഇതിനകത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരാളിനെ കാണുമ്പോൾ ഫസ്റ്റ് ഒരു ഭയങ്കര ഇംപ്രഷൻ അവരിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആണ് വാച്ച് യുവർ ബോഡി ലാംഗ്വേജ്. ഈ ഒരു പോയിന്റ് മേ ബി നമുക്ക് തോന്നും ഇത് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് തന്നെ അല്ലേ എന്ന് തോന്നാം. പക്ഷേ ഇത് അതിലുള്ള ഒരു പോയിന്റാണ്. പക്ഷേ ഇത് ഞാൻ എടുത്ത് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരുപാട് കാര്യം മാറ്റർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരാളിനെ കാണുമ്പം ആ ആൾ നമ്മളുടെ ബോഡി ലാംഗ്വേജ് നന്നായിട്ട് നോട്ടീസ് ചെയ്യും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരുടെ കണ്ണിൽ നോക്കിയാണോ സംസാരിക്കുന്നത്. കണ്ണിൽ നോക്കി സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ ഉള്ളിലുള്ള കാര്യം അതുപോലെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു നല്ല പേഴ്സണാലിറ്റി ഉണ്ട് എന്നവർക്ക് തോന്നും. അതേസമയം നമ്മൾ ആരെങ്കിലും സംസാരിക്കുമ്പം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ യെസ് അതെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെ താഴോട്ടൊക്കെ നോക്കിയിട്ട് കുറച്ച് മാത്രം ഐ കോണ്ടാക്ട് കൊടുത്തിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും നോക്കി അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആളിന് തീരെ കോൺഫിഡൻസ് ഇല്ല, ആൾ ഭയങ്കര ഷൈ ആണ്, അല്ലെങ്കിൽ വലിയ കഴിവൊന്നും ഇല്ല, അല്ലെങ്കിൽ ആൾ ഭയങ്കര വീക്കാണ് എന്നുള്ള ഒരു ഇമേജ് വരും. അതുപോലെ തന്നെ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ഒരു ലക്ഷണമാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല എന്നുള്ള ഇതാണ് അവിടെ നമ്മൾ പ്രകടമാകുന്നത്. അപ്പോൾ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ ക്രോസ് ആയിട്ട് നിന്ന് സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ഓപ്പൺ ആയിട്ട് നിൽക്കുക. നമ്മുടെ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കാതെ നമ്മൾ ചാടിക്കയറി അവരെ ഇൻ്ററപ്റ്റ് ചെയ്യുക. അതായത് അവരൊരു മാറ്റർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യെസ് എനിക്കതറിയാം, ഞാൻ കഴിഞ്ഞ മാസം അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ എല്ലാം നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കാതിരിക്കുക. അവർ പറയട്ടെ, ലെറ്റ് ദം സ്പീക്ക്, അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കുക. അതുപോലെ തന്നെ അവർ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ അവർ പറയുമ്പോൾ നമ്മളും ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് പേഷ്യൻസോടുകൂടി അവർ പറയുന്നത് മുഴുവൻ കേൾക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിൽ, നമ്മളുടെ ഹെയറിൽ, നമ്മളുടെ ഔട്ട്ലുക്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ് എങ്കിൽ നമ്മൾ മൊത്തത്തിൽ കോൺഫിഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് എൻ്റെ സ്കിന്ന് പോരാ, എൻ്റെ സ്കിന്ന് ഫുൾ പിമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ടാൻ ആണ്, അല്ലെങ്കിൽ എൻ്റെ ഹെയർ എല്ലാം പൊഴിഞ്ഞു പോയി, അല്ലെങ്കിൽ എൻ്റെ ലുക്കേയും പോരാ എന്നുള്ള സെൽഫിൻ്റെ ആ ഒരു സെൽഫ് കോൺഷ്യസ് ആവണം. പക്ഷെ ഓവറായിട്ട് ആ ഒരു കാര്യം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ചിലവർക്ക് അത്
അവരൊരാളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അവരുടെ മൈൻഡിലേക്ക് ആ ഒരു പേടി വരും. അതായത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൈൻഡ് ചിലപ്പം അവരുടെ ഔട്ട്ലുക്കിനെ പറ്റിയിട്ടായിരിക്കും, പക്ഷേ എൻ്റെ ഔട്ട്ലുക്ക് കണ്ടിട്ട് എന്ത് വിചാരിക്കും, എൻ്റെ ഹെയർ കണ്ടിട്ട് അവർക്ക് എന്തായിരിക്കും തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്കിന്ന് കണ്ടിട്ട് അവർക്ക് എന്താ, അങ്ങനെയുള്ള ഒരു തോട്ടായിരിക്കും. മറ്റവർ പറയുന്നതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഓപ്പോസിറ്റ് പറയുന്ന ആൾ ശ്രദ്ധിക്കത്തില്ല, അവർ പറയുന്ന ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മളും അവർ തമ്മിലുള്ള ഒരു ബോണ്ട് ഇല്ലാതെ വരികയാണ്. കുറച്ച് കഴിഞ്ഞ് അവർ ആ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ല, അത് അവരോട് പറയാനും പറ്റത്തില്ല. അവരെന്തെങ്കിലും അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാനും അറിയത്തില്ല, കാരണം നമ്മളത് നോട്ടീസ് ചെയ്തില്ല, നമ്മളുടെ മൈൻഡ് വേറൊരു ലോകത്തിലായിരുന്നു. സോ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും. അതുകൊണ്ട് തന്നെ നമ്മളായിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഓക്കെ ആവുക, അതിൽ നമ്മൾ കോൺഷ്യസ് ആവുക. പക്ഷേ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഔട്ട്ലുക്കിന് കെയർ കൊടുക്കുന്നതൊക്കെ വേണം. പക്ഷേ ഇതൊന്നും എടുത്ത് തലയിൽ വെച്ച് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞ് നടക്കരുത്. അതിപ്പോൾ എന്താണെങ്കിലും എല്ലാ കാര്യത്തിനും ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ആണ് ഡ്രസ് ഫോർ ദി ഒക്കേഷൻ. പലർക്കും പറ്റുന്ന ഒരു തെറ്റാണ്, അതായത് നമ്മൾ റോങ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പല സ്ഥലത്തേക്കും പോവുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോളേജിൽ ധരിക്കുന്ന ഡ്രസ്സായിരിക്കില്ല നമ്മൾ ഒരു ചർച്ചിൽ പോകുമ്പോൾ ധരിക്കേണ്ടത്. ആ ഡ്രസ്സ് ആയിരിക്കില്ല നമ്മളൊരു പ്രൊഫഷണൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ധരിക്കേണ്ടത്. ഓരോ സ്ഥലത്തും ഒരു ഹോസ്പിറ്റലിലൊക്കെ പാർട്ടി വെയർ ഇട്ടുകൊണ്ട് പോകുന്നത് നമ്മൾ അമർ അക്ബർ ആൻ്റണി മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് അവിടെ ഒരു കോമഡി പീസായത്? ഒരു ഒക്കേഷന് മാച്ച് ആവുന്ന ഡ്രസ്സ് അല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ക്യാഷ്വൽ ആവേണ്ടടുത്ത് ക്യാഷ്വൽ ആയാലേ നമ്മൾ അവിടെ നീറ്റായിട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ക്യാഷ്വലായിട്ട് പോകേണ്ട ഒരു സ്ഥലത്ത് പാർട്ടി വെയർ ഒക്കെ വലിച്ച് കയറ്റിക്കൊണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ സെൻസ് ഇല്ല എന്നതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയാലും ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഡ്രസ്സ് വെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ കാണാൻ പോകുന്ന ആളിനെ നിങ്ങളൊരു കാഷ്വൽ മീറ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക. അതേസമയം ഒരു പാർട്ടിയിൽ വെച്ചാണ് നിങ്ങൾ അവരെ കാണുന്നതെങ്കിൽ പാർട്ടിക്ക് പോകുന്ന രീതിയിൽ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ കംഫർട്ടാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മനസ്സിലായില്ലേ? പക്ഷെ ആ കംഫർട്ടും ഈ പറഞ്ഞ സിറ്റുവേഷനും തമ്മിൽ ഒന്ന് ക്ലബ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് എനിക്കൊരു മിനി സ്കേർട്ട് ഇടണം, എനിക്ക് ചെറിയ ക്രോപ്പ് ടോപ്സ് ഇടുന്നതാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു അക്കാഡമിക് പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സ്പോസ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ സിറ്റുവേഷന് സ്യൂട്ടബിൾ ആവുന്ന, നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഡ്രസ്സസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ളത് ക്ലബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുക ഇതിലെവിടെയെങ്കിലും സിറ്റുവേഷന് മാച്ച് ആവാത്ത എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ നമ്മളുടെ ഇഷ്ടവും ആ സിറ്റുവേഷനും കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് പോയിന്റ് ആണ് ബി ഓൺ ടൈം. അതായത് ഫാഷനബിളി ലേറ്റ് ആവുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ഞാൻ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ടാ വരൂ എന്നൊക്കെ പറയത്തില്ലേ? അത് സത്യം പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ റിയൽ വേൾഡിൽ ഒരു നല്ല എക്സ്ക്യൂസ് അല്ല. കാരണം നിങ്ങൾക്ക് പല അവസരങ്ങളും നഷ്ടപ്പെടുത്താനേ അത് ഉപകരിക്കത്തുള്ളൂ. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ ടൈമിൽ വരിക, അല്ലെങ്കിൽ പറഞ്ഞ ടൈമിനേക്കാളും കുറച്ചും കൂടെ നേരത്തെ വരുന്നതൊക്കെ നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആണ്, കൺസിഡറേറ്റ് ആണ്, നിങ്ങൾ ആ കാര്യത്തിൽ പക്കയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പറ്റി മറ്റുള്ള ആളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇംപ്രഷൻ വളരെ വലുതായിരിക്കും. അപ്പോൾ ചോദിക്കും, നമ്മൾ മറ്റുള്ളവരുടെ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നതെന്ന്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഇംപ്രഷൻ ഉണ്ടാക്കണം. അത് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബോസ് ആവാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ. ആ ഒരു ഒക്കേഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ്സ് ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല നമ്മൾ എവിടെ കറക്റ്റ് ടൈമിൽ ചെന്നാലും അത് നമുക്ക് ഗുണമാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പോയിന്റ് ആണ് ബി ഓൺ ടൈം. അതായത് ഫാഷനബിളി ലേറ്റ് ആവുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ഞാൻ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ടാ വരൂ എന്നൊക്കെ പറയത്തില്ലേ? അത് സത്യം പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ റിയൽ വേൾഡിൽ ഒരു നല്ല എക്സ്ക്യൂസ് അല്ല. കാരണം നിങ്ങൾക്ക് പല അവസരങ്ങളും നഷ്ടപ്പെടുത്താനേ അത് ഉപകരിക്കത്തുള്ളൂ. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ ടൈമിൽ വരിക, അല്ലെങ്കിൽ പറഞ്ഞ ടൈമിനേക്കാളും കുറച്ചും കൂടെ നേരത്തെ വരുന്നതൊക്കെ നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആണ്, കൺസിഡറേറ്റ് ആണ്, നിങ്ങൾ ആ കാര്യത്തിൽ
പക്കയാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പറ്റി മറ്റുള്ള ആളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇംപ്രഷൻ വളരെ വലുതായിരിക്കും. അപ്പോൾ ചോദിക്കും, നമ്മൾ മറ്റുള്ളവരുടെ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നതെന്ന്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഇംപ്രഷൻ ഉണ്ടാക്കണം. അത് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബോസ് ആവാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ. ആ ഒരു ഒക്കേഷനാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ്സ് ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല, നമ്മൾ എവിടെ കറക്റ്റ് ടൈമിൽ ചെന്നാലും അത് നമുക്ക് ഗുണമാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മളുടെ ടൈമിന് നമുക്കൊരു വാല്യൂ ഉണ്ടല്ലോ. അതായത് എൻ്റെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. എനിക്ക് ആ ഒരു ടൈമിൽ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനും അവരുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. സോ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്, അവരുടെ ടൈമിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ കറക്റ്റ് ടൈമിൽ വരുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് പോയിന്റാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഒരാളിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പം നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ലൈഫിൽ എപ്പോഴും മറ്റുള്ളവരുടെ മൈൻഡിൽ നമ്മളെ പറ്റി ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കണം എന്ന ഒരു താല്പര്യം കൊണ്ട് ജീവിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ ജീവിക്കുന്നവരും അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മാത്രമല്ല, നമുക്കൊക്കെ ലൈഫിൽ പലപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻസ് വേണ്ടി വരും. അത് നമ്മളുടെ കരിയറുമായി ബന്ധപ്പെട്ടതാവാം, നമ്മളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാവാം, നമ്മളുടെ പേഴ്സണൽ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടതാവാം, നമ്മളുടെ ഗോൾസ്, ടാർഗറ്റ്, അച്ചീവ്മെൻറ്റ്സ്, അങ്ങനെ എന്തുമായിട്ടും ബന്ധപ്പെട്ടിട്ടും പലപ്പോഴും നമുക്കൊരു നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ പലരുടെ മനസ്സിലും ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് ലൈഫിൽ വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് പലപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നേട്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായേക്കാം. അപ്പം നമുക്ക് നല്ല കാര്യം സംഭവിക്കുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ട് ഇപ്പം നിങ്ങൾക്ക് നല്ല കാര്യം വരുമ്പോൾ നിങ്ങൾക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്. സോ ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളെല്ലാവരും എപ്പോഴും മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, അല്ലാതെ മോശമാണെന്ന് പറയിപ്പിക്കരുത്, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതിൽ ലാസ്റ്റ് പോയിൻ്റാണ്, നമുക്ക് ആദ്യമായിട്ട് ഒരാളെ കാണുമ്പം ഒരു ഫസ്റ്റ് ബെസ്റ്റ് ഗ്രേറ്റ് ഇംപ്രഷൻ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റാണ് നിങ്ങളുടെ ഒതൻറ്റിസിറ്റി കാത്തു സൂക്ഷിക്കുക. ഞാൻ ഇവിടെ ഒരു കോട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. The more confident you feel about yourself, the more confident you will be. അതായത് നമ്മൾ എത്രത്തോളം നമ്മളിൽ കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളെ പറ്റി നമ്മൾ എത്രത്തോളം ഓക്കെയാണ്, ഞാൻ എന്നിൽ ഓക്കെയാണ്, ദിസ് ഇസ് മീ, ഇതിനപ്പുറം ഞാനല്ല, ഞാൻ ഇതാണ് എന്ന് നമ്മൾ ഓക്കെ ആണെങ്കിൽ, എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ആ കോൺഫിഡൻ്റ് ആണ്. അതിനപ്പുറം നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം നമ്മളുടെ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എംബ്രാസ് ഒതൻറ്റിസിറ്റിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരാളിനെ ആദ്യമായിട്ട് കാണാൻ പോവാണ്, ആ ആളിൻ്റെ മുന്നിൽ നിങ്ങൾ ഭയങ്കര ഡ്രാമയൊക്കെ അങ്ങോട്ട് പ്ലേ ചെയ്യാണ്. എനിക്ക് അതുണ്ട്, എനിക്ക് അവിടെ പോകണം, എനിക്ക് അവരെ കാണണം, എനിക്ക് ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് ആ ലെവലിലുള്ള കണക്ഷൻസ് ഉണ്ട്, കോൺടാക്ട്സ് ഉണ്ട്, എനിക്ക് കുറേ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഉണ്ട്, എൻ്റെ കയ്യിൽ കോസ്റ്റ്ലി ഐറ്റംസ് ഉണ്ട്, എൻ്റെ വീട്ടിൽ വലിയ പ്രീമിയം ലക്ഷറി കാർസ് ഉണ്ട്, എൻ്റെ വീട് ഭയങ്കര ലക്ഷറി ഹോമാണ്, ഇങ്ങനെയൊക്കെ ബിൽഡപ്പ് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നിങ്ങൾ പുറത്തേക്ക് പറഞ്ഞ് ആ ആളിൻ്റെ ഉള്ളിൽ ഒരു ഇമേജ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്നാണ് അർത്ഥം. ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം എനിക്ക് വില കൂടിയ ഫോണുണ്ട്, എനിക്ക് വലിയ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുണ്ട്, എനിക്ക് വലിയ വീടുണ്ട്, കാറുണ്ട്, ഇതൊക്കെ പറയുന്നത് നമ്മളുടെ മനസ്സിൽ അവരെ പറ്റി വലിയൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളങ്ങനെ എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ കേൾക്കുന്ന ആളുടെ മുന്നിൽ നമ്മളെ പറ്റി ഒരു നെഗറ്റീവ് ഇമേജാണ് വരുന്നത്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ തള്ളു ഫീലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ജെനുവിൻ ആയിട്ടിരിക്കുക. ആവശ്യമില്ലെങ്കിൽ നമുക്ക് അതുണ്ട് ഇതുണ്ടെന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ആരാണെന്ന് നമുക്കറിയാം. നമ്മളെ മാത്രം നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ മതി. ഇപ്പം മറ്റുള്ളവർക്ക് നമുക്ക് കാറുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ നമ്മൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഗ്രാജുവലി അറിഞ്ഞോളും അല്ലേ, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.
അല്ലാണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, ഞാൻ കോസ്റ്റ്ലി ഐറ്റംസേ യൂസ് ചെയ്യത്തുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതുകൊണ്ടെങ്കിൽ നിങ്ങളുടെ ഷോ അത് കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക, നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലാതെ അത് പറഞ്ഞു നടക്കുമ്പോൾ അവിടെ നമ്മളെ പറ്റി ഒരു നെഗറ്റീവ് ഇമേജാണ്, പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെയുള്ള ബിൽഡപ്സ് കൊണ്ട് ഡ്രാമ കൊണ്ട് ആ ആളിനെ ഇംപ്രസ് ചെയ്യാതെ ജെനുവിനായിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് മുഴുവൻ പുറത്ത് കാണിച്ചുകൊണ്ട്, അഥവാ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഇന്നർ സെൽഫ് എന്താണോ അത് കൊണ്ടുവരിക. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മളുടെ ഉള്ളിൽ ചിലപ്പോൾ നമുക്കൊരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രിഗർ ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബാഡ് വേർഡ്സ് യൂസ് ചെയ്യായിരിക്കും. അല്ലെങ്കിൽ എന്താ, നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, പക്ഷെ ആ പോയിന്റിൽ തന്നെ ഉള്ള ഒരു ഹിഡൻ പോയിന്റ് തന്നെയാണിത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളായിട്ട് തന്നെ ബിഹേവ് ചെയ്യണം എന്ന് പറഞ്ഞതിൽ നമ്മളുടെ നെഗറ്റീവ്സ് മാത്രം ഒരാളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് ഒരാളിനെ കാണുമ്പം, അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ, നമ്മുടെ പ്രൊഫഷൻ, നമ്മളുടെ ലൈഫ് പാർട്ട്ണർ, അങ്ങനെയൊക്കെ ഉള്ള ഒരാളുടെ മുന്നിൽ ഒരിക്കലും നമ്മുടെ നെഗറ്റീവ്സ് ഫസ്റ്റ് തന്നെ പറയാതിരിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ജെനുവിനായിട്ട് പറയാം, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ ഡ്രോബാക്സ് ഞാൻ പറഞ്ഞു തരാം, ഇതൊക്കെയാണ്, ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഞാൻ അതൊക്കെ യൂസ് ചെയ്യും, ഞാൻ അവിടെയൊക്കെ പോവും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കുറേ സ്വഭാവമുണ്ട്, ഡ്രോബാക്സ് ഒക്കെ നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാം. പക്ഷേ അവിടെ നിങ്ങളത് മാന്യമായിട്ടായിരിക്കണം പറയേണ്ടത്, അല്ലാതെ ആ ആളിനോട് ആ ഒരു ദേഷ്യം അതൊന്നും എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ള പോയിന്റ്സ്. നമ്മുടെ പോയിന്റ്സ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് ഒരാളിനെ കണ്ടുമുട്ടുമ്പോൾ ആ ആളിൻ്റെ മനസ്സിൽ നമ്മളെ പറ്റി ഒരു ഗ്രേറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ട്രിക്സും ഇതുപോലത്തെ ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലോ നിങ്ങളുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടേക്ക് കെയർ. ബൈ.